സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്തവ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 50-ാമത്തെ ദശകം 2 ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചു. 3-ാമത്തെ വിലസതുലഭേ കാന്താരാന്തേ സമീരണശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിതമുരളീനാദസഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം തമുദേക്ഷതാ. വത്സാസുരവധം എന്ന ലീലയിലേക്ക് കടക്കുകയാണ്. പശുക്കുട്ടിയായിട്ട് വന്ന അസുരനെ ഭഗവാൻ വധിച്ചു. വിലസദുലഭേ കാന്താരാന്തേ, ധാരാളം പുല്ലുകൾ ഉള്ള കാട്ടിനകത്തും ഉലഭേ പുല്ലുകളുള്ളതും സമീരണ ശീതളേ തണുപ്പുള്ള കുളിർക്കാറ്റ് വീശുന്ന യമുനാതീരത്തും സമീരണ ശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തും ത്വം ലളിതമുരളീനാദ, ഭംഗിയിൽ ഓടക്കുഴൽ കൊണ്ട് നാദം പുറപ്പെടുവിച്ചു, ഓടക്കുഴൽ വിളിച്ചു. ത്വം ലളിതമുരളീനാദം വാത്സകം സഞ്ചാരയൻ ഖലു, മുരളീനാദത്തോടുകൂടി പശുക്കുട്ടികളെ മേച്ചു. എവിടെയൊക്കെയാണ് ആണ് കൂടുതൽ പറഞ്ഞത് അല്ലേ? വിലസദുലഭേ കാന്താരാന്തേ, കാന്താരം കാട്, അതിൻ്റെ ഉൾഭാഗത്ത്. എങ്ങനത്തെ കാന്താരം? ധാരാളം പച്ചപ്പുല്ലുകളുള്ള കാന്താരാന്തേ, കാന്താരത്തിൻ്റെ ഉള്ളിൽ. പിന്നെ എന്താ കാട്ടിൻ്റെ പ്രത്യേകത? അപ്പുറത്തും ഇപ്പുറത്തും വിശേഷണം. സമീരണ ശീതളേ, തണുത്ത കുളിർക്കാറ്റ് ഉള്ളതും പുല്ലുകളുള്ളതും ആയ കാന്താരാന്തേ, കാന്താരത്തിൻ്റെ ഉള്ളിൽ, കാട്ടിൻ്റെ ഉള്ളിൽ. വിപുല യമുനാതീരേ, യമുനാതീരത്തും. ഗോവർദ്ധനാചലമൂർധസു, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിലും ഭഗവാൻ മുരളീനാദം പൊഴിച്ചു, ഓടക്കുഴ ശബ്ദിപ്പിച്ചു. ലളിതമുരളീനാദ സഞ്ചാരയൻ ഖലു വാത്സകം, മുരളീനാദത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് പശുക്കുട്ടികളെ മേച്ചു. ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം തമുദേക്ഷതാ, ഒരു പശുക്കുട്ടിയെ കണ്ടു. എങ്ങനത്തെ പശുക്കുട്ടി? കള്ളനാണ്, ദൈത്യം, സുരനാണവൻ. കംസപക്ഷപാതിയായിട്ട് വത്സാസുരൻ്റെ വേഷത്തിൽ വന്ന്, കാളക്കുട്ടിയുടെ വേഷത്തിൽ വന്ന് വേഗം കൃഷ്ണനെ സംഹരിക്കാമെന്ന് തീരുമാനിച്ചു, സങ്കല്പിച്ചു. അങ്ങനെയൊക്കെ മനക്കോട്ട കെട്ടി എന്നർത്ഥം. പശുക്കളുടെ ഇടയിലാകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയില്ല, അടുത്ത് വരികയും ചെയ്യാമല്ലോ, തനിക്കും അടുത്ത് വരാം എന്നങ്ങനെ വിചാരിച്ച് വത്സാകൃതിയും ദൈത്യം ത്വം അധേക്ഷത, കാളക്കുട്ടൻ എന്നും പറയാം അല്ലേ, ആ വേഷത്തോടു കൂടി അസുരനായിരിക്കുന്ന വത്സാസുരൻ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ കടന്നുകൂടി. തഞ്ചം കിട്ടിയാൽ കൃഷ്ണനെ വധിക്കാം. അത്ര ദുഷ്ടവിചാരാലോചിച്ചു. വിലസദുലഭേ, പുല്ലുകളുള്ള കാന്താരാന്തേ സമീരണശീതളേ. അങ്ങനെ സംഗീതാത്മകമായിട്ട് ഇങ്ങനെ പാടാൻ പറ്റിച്ച അത്ര നന്നായിരുന്നു അല്ലേ? അഷ്ടപതിയെ പോലെ ഇരിക്കും എന്നാ പറയുക ചിലർ, നാരായണീയത്തിലെ ചില ഭാഗങ്ങൾ. വിലസദുലഭേ കാന്താരാന്തേ സമീരണശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു
ലളിതമുരളീനാദസഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം തമുദൈക്ഷത. ഞാൻ വത്സാസുരൻ്റെ വർണ്ണിക്കുകയാണ്. രഭസവിലസത്പുച്ഛം വിച്ഛായദോത്യവിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമദചരണേ വിഭ്രാമയന്നു ഗുരുച്ചകൈ കുഹജനമഹാവൃക്ഷേ ശിക്ഷേപിതക്ഷത ജീവിതം. ചില ശ്ലോകങ്ങളൊക്കെ അഷ്ടപതിയിലെ ധ്യാന ശ്ലോകം ഇങ്ങനെ വരിക. ചില ശ്ലോകങ്ങളിലേക്ക് ആ ഒരു രീതി ഇങ്ങനെ. രഭസവിലതത്പുച്ഛം വിച്ഛായദോസ്യ വിലോകയൻ അനേകനാരീ അല്ലേ പരിരംഭസംഭ്രമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശ്ലോകങ്ങളൊക്കെ നമുക്ക് ചോദിച്ചാൽ ഈ നാരായണീയമായിട്ട് ചിന്തിച്ചാൽ വളരെ ബന്ധം കാണാം. ഈ വാല് ഇങ്ങനെ ഇളകിയിട്ട് രഭസവിലതത് പുച്ഛം, പുച്ഛം എന്ന് പറഞ്ഞാൽ വാലാണ് കേട്ടോ, മലയാളത്തിലത്തെ പുച്ഛമല്ല വാല്. അതിങ്ങനെ ഇളക്കിയിട്ട് വിച്ഛായദോസ്യ വിലോകയൻ. ഈ അസുരന്മാരെ മായ കൊണ്ട് ഏത് വേഷമെടുത്താലും അറിയണവർക്കറിയാത്ര ഇത് ശരിക്കുള്ളതല്ല. അറിയണവർക്കേ അറിയൂ, അല്ലാത്തവർക്ക് അറിയില്ല. എന്തോ ഒരു കള്ളത്തരം, എന്തോ ഒരു പ്രത്യേകത അതിൽ കാണാൻ കഴിയും. അല്ലാതെ അവർക്ക് ആ കപടവേഷം എടുക്കാൻ കഴിയില്ല. മനസ്സിലാവാത്ത വിധം കപടവേഷം എടുക്കാൻ ഒറ്റ ആളൊക്കെ കേട്ടുള്ളൂ ഭഗവാനിലത് കാണാൻ പറ്റില്ല. കപടവേഷം ശരിക്കും ഒറിജിനലിനേക്കാളും കടത്തി വെട്ടും. പിന്നെ എങ്ങനെ മനസ്സിലാക്കുക? അല്ലാതെ അസുരന്മാരൊക്കെ ഇങ്ങനത്തെ വേഷം എടുത്താൽ മനസ്സിലാവും. രഭസവിലസത് പുച്ഛം, വാലൊക്കെ ചലിപ്പിച്ചുകൊണ്ട്, വിച്ഛായദോസ്യ വിലോകയൻ, വാലിളക്കിക്കൊണ്ട് നടക്കുന്ന ഇവൻ്റെ വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷം, തോളൊക്കെ ഇങ്ങനെ ഇളക്കിയും കൊണ്ട് ഭഗവാനെ വധിക്കാൻ തഞ്ചം നോക്കിക്കൊണ്ട്, രന്ധ്രം അതിന് മലയാളത്തിലാക്കിയ പഴുത് എന്നാണ് വരിക അല്ലേ, പഴുത് നോക്കിക്കൊണ്ട് എപ്പോട്ടെ വധിക്കാൻ തരാവും എന്ന് വിലോകയൻ നോക്കിക്കൊണ്ട്, അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് അതത്തം ചരണേ വിപ്ര, അധികം താമസിച്ചില്ല അവൻ്റെ കാലുകൊണ്ട് പിടിച്ചു ഭഗവാൻ. നെന്തിരുവടി ഇവൻ്റെ കാലുകൊണ്ട് കടന്നു പിടിച്ച ചരണേ ബിഭ്രത് പിടിച്ച് തം മുകുർ ഉച്ചകേ വിഭ്രാമയൻ, വാട്ടത്തിലാണ്ട് ചുറ്റി. രാമായണത്തിലെ ഈ അക്ഷകുമാരനെയാണ് ഇതുപോലെ വധിക്കുക. കാലുകൊണ്ട് പിടിച്ചിട്ടേ കടപടാന്നൊരൊറ്റ ചുഴട്ടിൽ. നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ ഇട്ട ഒരു തിരിയലുണ്ടല്ലേ അവസാന ഘട്ടത്തിൽ, വേഗത്തിലൊരു തിരിച്ചിലേ, കടപടോന്ന് പറഞ്ഞിട്ട് തിരിയുമ്പോഴേക്കും അതുപോലെ വിഭ്രാമയത്തം മുകുരുച്ചകേ വിഭ്രാമയൻ, വളരെ വേഗം ചുഴറ്റി കാല് പിടിച്ചിട്ട്, എന്നിട്ടോ ആ വൃക്ഷത്തിൻ്റെ കടക്കിലൊരൊറ്റടി, കാലിങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റടി, ക്ഷതജീവിതം, ജീവിതവും കഴിഞ്ഞു. കുഹജന മഹാവൃക്ഷേ ചിക്ഷേപിത, വലിയ വൃക്ഷത്തിൻ്റെ താഴേക്ക് അവനെ വധിച്ച് ഭഗവാൻ വലിച്ചെറിയുകയും ചെയ്തു. വത്സാസുരൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ ആവരണം അണിഞ്ഞ് അധർമ്മം ചെയ്യുന്നവരാണ്. ഇപ്പോൾ ലോകത്തിലൊക്കെ അങ്ങനത്തെ ഉള്ളൂ ഇല്ലേ. സനാതനധർമ്മത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറയുന്നവർ പോലും അത് പാലിക്കുന്നുണ്ടോയെന്ന് സംശയമാണ്. ചെയ്യണതൊക്കെ അധർമ്മമാണ്, കാപട്യാണ്, മത്സരമാണ്. പലരും പല കാര്യങ്ങളെ കൊണ്ടും, ഇപ്പോൾ പ്രത്യേക കാര്യം ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, ഭരിക്കണവരുടെ കാര്യം പറയാനില്ല, എല്ലാവർക്കും കാപട്യാണ് അല്ലേ. അപ്പോൾ പുറത്തേക്ക് ഞങ്ങൾ ധർമ്മം അനുഷ്ഠിക്കുന്നവരാണ് എന്ന് പറയുക, ധർമ്മത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറയുക, ചെയ്യണതോ എല്ലാം അധർമ്മം. അതാണ് അതിൻ്റെ പ്രതീകമാണ് ആര്? വത്സാസുരൻ. കാള എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ധർമ്മം, അതിൻ്റെ അർത്ഥം വൃഷം എന്നുള്ള വാക്കാണ്. വൃഷം, ഈ വൃഷം എന്നുള്ള വാക്കിന് തന്നെ ധർമ്മം അർത്ഥമുണ്ട്. രണ്ടിനും ഒരർത്ഥം, ഒരു വാക്കാണ് വരിക. അപ്പോൾ ധർമ്മത്തിൻ്റെ വേഷം കെട്ടി
ഉള്ളിൽ അധർമ്മം ചിന്തിച്ച് പ്രചരിപ്പിച്ച് നടത്തുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്നവരാണ് വത്സാസുരൻ. അവർക്കൊക്കെ ഇതേ ഗതി ഉണ്ടാവും എന്ന് നമുക്കെടുക്കാം. രപസബിലതത് പുച്ഛം വിച്ചായതോസ്യ വിലോകയൻ കിമപി വലിത സ്കന്ധം. സ്കന്ധം എന്ന് പറഞ്ഞാൽ തോള് കഴുത്ത് ഇങ്ങനെ ഇളക്കിയും കൊണ്ട് രന്ധ്രപ്രതീക്ഷം കൊല്ലാനുള്ള പഴുത് നോക്കുകയാണ് അവൻ. രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമത ചരണേ വിഭ്രാമയൻ. കാലും കൊണ്ട് പിടിച്ചു ചുഴറ്റി മുഹുരുച്ചകേ കുഹജനമഹാവൃക്ഷേ ശിക്ഷേപിതക്ഷത ജീവിതം. ആ ചുഴട്ടലിൽ തന്നെ അവൻ്റെ പ്രാണം പോയി. ഒരു വൃക്ഷത്തിൻ്റെ താഴേക്ക് ഒരൊറ്റ കയറ്. വത്സാസുരൻ്റെ കഥയും കഴിഞ്ഞു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.